വലിയൊരു റിസ്ക് എടുക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് നമ്മുടെ കാർ അങ്ങനെ സ്ക്രാച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. കേരളത്തിൽ ഞാൻ മാത്രമായിരിക്കും ഇതുപോലെ സ്ക്രാച്ച് ഒക്കെ ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നത്. ഗൈസ് ഈ വീഡിയോ നോക്കിക്കേ ഗൈസ്, വണ്ടീനെ എവിടെ തട്ടിയാലും ഒരു കുഴപ്പമില്ല ഗൈസ്. ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വാരി തേച്ച് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്ക്രാച്ചും പോകുന്നതാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യേ ഗൈസ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇത് എത്രത്തോളം സെറ്റ് നോക്കണ്ടേ ഗൈസ്. കമാൺ കമാൺ ഫോളോ മീ. വലിയ സംഭവമൊന്നുമല്ല. ഇതിനകത്ത് കാണിച്ചേക്കുന്ന പോലെ തന്നെ കേട്ടോ, വീഡിയോയിൽ കാണിച്ചേക്കുന്ന സെയിം തന്നെ വന്നേക്കുന്നത്. നോക്കിയാൽ ഇതിനകത്ത് കുറച്ച് സംഗതികൾ പറയുന്നുണ്ട്. ഇതേ നോക്ക്, നമ്മളിതേ ആദ്യം ഈ ട്യൂബിലുള്ള സാധനം എടുത്തിട്ട് ഇതിനകത്ത് കാണിക്കുന്ന ഈ ബ്ലാക്ക് കളറുള്ള സൈഡിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മളിത് നേരെ കാറിനകത്ത് എടുത്തിട്ട് വെച്ച് അങ്ങ് വരച്ചാൽ മാത്രം മതി എന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വണ്ടിക്കകത്ത് സ്ക്രാച്ച് ഉണ്ടോ നോക്കണം. നോക്കി നോക്കാം. ഗൈസ് ഫൈനലി നമ്മളിതേ ഒരു സ്ക്രാച്ച് കണ്ടെത്തിയിട്ട് നമ്മളെ വണ്ടിക്കകത്ത് ഇവിടെയാണ് ആ സ്ക്രാച്ച് വരുന്നത്. കണ്ട, ഇവിടെ സ്ക്രാച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട അവന്മാർ പറഞ്ഞേക്കുന്ന പോലെ നമുക്ക് ഈ സാധനം ജസ്റ്റ് എടുക്കുക, തേക്കുക, ഉരയ്ക്കുക. പെയിൻ്റെക്കാനും ഇളകിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിക്കെതിരെ ഞാൻ കേസ് കൊടുക്കുന്നതായിരിക്കും. ഇഫ് യു ഡ്രിങ്ക് ഇറ്റ് പ്ലീസ് സെൻഡ് ഇറ്റ് ടു ദ ഹോസ്പിറ്റൽ ഫോർ ട്രീറ്റ്മെൻറ്റ് ഇമ്മീഡിയറ്റ്ലി. കാരണം വെച്ചാൽ ഇത് ഭയങ്കര ഡേഞ്ചറാട്ടോ സാധനം. കുട്ടികളെ കയ്യിലൊന്നും കിട്ടാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഇതെടുത്ത് കഴിക്കുക അല്ലെങ്കിൽ വായിക്കാത്ത ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ പരിപാടി തീരാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മേടിച്ചേക്കുന്നത് ആമസോണിൽ നിന്നാണ്. ഇതേ താഴെ കാണുന്നതാണ് റേറ്റ്. ഇനി നമുക്ക് ഇത് പരിപാടി ചെയ്ത് നോക്കാം. ഗൈസ് ഇവിടെയാണ് നമ്മൾ സ്ക്രാച്ച് വരുന്നത് കേട്ടോ. നമുക്ക് ആദ്യം ഇതിനകത്ത് അവർ പറഞ്ഞേക്കുന്ന പോലെ ഈ സാധനം എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമുക്ക് നമ്മുടെ സ്ക്രാച്ചിനകത്ത് അപ്ലൈ ചെയ്ത് നോക്കാം. ഗൈസ് നമ്മൾ കുറച്ച് എടുക്കുവാണ്. ഇത്രയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേണ്ട നമ്മളെ സ്ക്രാച്ച് ഇതാണ്ടോ. നമ്മളെ സ്ക്രാച്ച് നിങ്ങൾ ശരിക്കും കണ്ടില്ലേ. ഇവിടെ നമ്മൾ തേക്കുവാണ്. പടച്ചോനെ എന്താവുമോ എന്തോ. ഇതിനകത്ത് കൂടുതലൊന്നുമില്ല. നമ്മളിതിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാനാണ് അവന്മാർ പറയുന്നത്. സ്ക്രാച്ച് പോകുന്ന വരെ റബ്ബ് ചെയ്യുക, എന്നിട്ട് തുണി എടുത്തിട്ട് തുടച്ച് കളയുക. അതാണ് ഇവന്മാർ പറയുന്നത്. കുറച്ചുകൂടെ അയച്ചു നോക്കാം. ഗൈസ് ഇതേണ്ട ഇനി നമ്മളിതേ ഈ തുണി വെച്ചങ്ങ് തുടച്ചെടുത്താൽ മതി. സ്ക്രാച്ച് അപ്രത്യക്ഷമാകും എന്നാണ് അവർ പറയുന്നത്. വാവ് അമേസിങ് ഗൈസ്, അടിപൊളി. വെള്ളമിട്ട് കഴിയുക എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ട് ഇപ്പോൾ. ഗൈസ് ഒരു മാറ്റവും ഇല്ല. അതേ ആ ലൈൻ അങ്ങനെ തന്നെ കാണുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് നമ്മൾ റബ്ബ് ചെയ്തെടുത്ത് പോയിട്ടില്ല കേട്ടോ. സ്ക്രാച്ച് അങ്ങനെ തന്നെ ഉണ്ട്. ഒന്നുമില്ല, ഇതിനകത്ത് അപ്ലൈ ചെയ്യുക, എന്നിട്ട് നമ്മുടെ കാറിനകത്ത് ഇതിട്ട് അങ്ങ് വരച്ച് പോക്കുക, അത്രേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാച്ച് പോകുന്ന വരെ റബ്ബ് ചെയ്യാനാണ് പറയുന്നത്. ഒരുപാട് നേരം വരച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് അല്ല പോവുക, പെയിൻ്റ് ആയിരിക്കും പോവുക. അതുകൊണ്ട് ഒരുവിധം ടൈമൊക്കെ എടുത്ത് ഞാൻ വരച്ചിട്ടുണ്ട്. തുടച്ച് കഴിഞ്ഞപ്പോൾ സ്ക്രാച്ച് പോയിട്ടില്ല. ഇനി വേറെ കുറച്ച് സ്ക്രാച്ചുകളൂടെ ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ് അടുത്ത സ്ക്രാച്ച് നമ്മുടെ വീലിനകത്താണ് കണ്ടോ. ഇത് ഗ്ലോസി പെയിൻ്റാണ് വീല്. ഇതാണ് സ്ക്രാച്ച്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത് സിൽവറിനകത്തായിരുന്നു, ഇത് ബ്ലാക്കാണ്. ബ്ലാക്കിനകത്ത് ഇട്ട് നോക്കാം. പോയോ? സ്ക്രാച്ച് പോയോ? സ്ക്രാച്ച് അല്ല പോയത്. എൻ്റെ ദൈവമേ, എന്തുവാടെ ഇത്? മതി, ഇനി നമ്മൾ തുടച്ചു നോക്കുക. വാവ് അമേസിങ്. സ്ക്രാച്ച് ഒരു തുള്ളി പോലും പോയിട്ടില്ല. നോക്കിയ
സ്ക്രാച്ചൊക്കെ അതുപോലെ തന്നെ ഉണ്ട് ഗൈസ്. ഗൈസ് വേണ്ട നമ്മൾ വീലിനകത്തും അതുപോലെ ആ ബോഡിക്കകത്തും ചെയ്ത് രണ്ടും ഫെയിലാണ്. രണ്ട് സ്ഥലത്തും ഉണ്ടായിരുന്ന ചളി നന്നായിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് ചളികളുണ്ടായിരുന്നു, അതൊക്കെ പോയി. പക്ഷേ സ്ക്രാച്ച് അതുപോലെ തന്നെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഗൈസ് ഇതേണ്ട ഞാൻ വലിയൊരു റിസ്ക് എടുക്കാൻ വേണ്ടി പോവാണ്. ഇത് ശരിക്കും നല്ല സ്ക്രാച്ച് ഉണ്ടെങ്കിലേ നമ്മൾ ആ സാധനം ഇട്ടിട്ട് കാര്യമുള്ളൂ എന്നാണ് ആ കമ്പനിയിൽ നമ്മൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് നമ്മുടെ കാർ ചെയ്യാൻ അങ്ങനെ സ്ക്രാച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. കണ്ടോണേ ഗൈസ്, സ്ക്രാച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്, നോക്കിക്കോണം. ഗൈസ് ഇതേണ്ട ഞാൻ നന്നായിട്ട് സ്ക്രാച്ച് ആക്കിയിട്ടുണ്ട്. ഇത്ര വലിയ റിസ്ക് ആരും ചെയ്യൂല. ഇതുപോലുള്ള ബ്ലേഡൊക്കെ വെച്ച് ആരെങ്കിലും വണ്ടിയിൽ സ്ക്രാച്ച് ചെയ്യുമോ? കേരളത്തിൽ ഞാൻ മാത്രമായിരിക്കും ഇതുപോലെ സ്ക്രാച്ചൊക്കെ ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ അഹങ്കാരം കൊണ്ട് പറയില്ല ഗൈസ്. ആ കമ്പനിയിൽ നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ മിനിമം ഇത്രയെങ്കിലും സ്ക്രാച്ച് വേണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ചെയ്താണ് ഗൈസ്. ഉറപ്പായിട്ടും ഇത് പോകാൻ സാധ്യതയുണ്ട്. എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. അത്രയും നല്ല കമ്പനിയാണ്. ഞാൻ നോക്കട്ടെ. ഇത് ഗൈസ് ജീവൻ മരണ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ഇതുകൊണ്ട് ഈ സ്ക്രാച്ച് പോയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ കമ്പനിക്കെതിരെ കേസ് കൊടുക്കുന്നതായിരിക്കും. നമ്മൾ സാധനം എടുത്തു, വളരെ കുറച്ചെടുത്താൽ ലൈറ്റായിട്ട് എടുത്താൽ മതി എന്നാണ് അവർ പറഞ്ഞത്. ലൈറ്റായിട്ട് എടുത്തിട്ടുണ്ട്. സ്ക്രാച്ചിനകത്ത് ജസ്റ്റ് വെക്കുവാണ്, വരയ്ക്കുവാണ്. കണ്ടോ? വാവ്, ഇവന്മാർ പൊളി തന്നെടാ. ഇവന്മാർ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് പോയി കേട്ടോ. എടാ പോകുന്നുണ്ടോ നീ? പോയില്ലേ? സ്ക്രാച്ചൊക്കെ മൊത്തം പോയി കേട്ടോ. ഗൈസ് കുറച്ചുകൂടെ എടുക്കണം. അതെ, ഇവിടെയൊക്കെ കുറച്ചുകൂടെ ഉണ്ട് സ്ക്രാച്ച്. ഗൈസ് ഒന്നും പറയാനില്ല, സൂപ്പർ, ഒന്നും പറയാനില്ല, അടിപൊളി കേട്ടോ. ഇതേ നോക്കിയാൽ ഇനി നമുക്കിതേ തുണി ഇട്ടിട്ട് നമ്മൾ ഈ ഇതുപോലുള്ള മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് നമ്മളിത് എങ്ങനെ തുടച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രാച്ച് മൊത്തം പോയതായിട്ട് കാണാമെന്നാണ് അവർ പറയുന്നത്. നോക്കാം. എൻ്റെ പൊന്നെ, എടാ നോക്കടാ, എമ്മ സാധനമാടാ ഇത്. ഭയങ്കര നേട്ടോ. അവന്മാർ പറഞ്ഞേക്കുന്ന കമ്പനി പറഞ്ഞ സെയിമിൽ പോയിട്ടുണ്ട്. ഇത് നോക്കിയാ ഫുള്ള് സ്ക്രാച്ച് പോയടപ്പാ. നോക്കടാ, ഇതെന്തോന്ന് ഇത്? അതിൻ്റെ പൗഡറിൻ്റെ കളറാ. ഗൈസ് നോക്കിക്കേ, നോക്ക്, ഒരു തുള്ളി സ്ക്രാച്ചിലായി. അപ്പോൾ ഇവൻ നമ്മൾ വിചാരിച്ച പോലെയല്ല, ഭയങ്കര സാധനമാണ്. സ്ക്രാച്ചൊക്കെ അങ്ങനെ തന്നെ അവൻ പോക്കും. ഇവരെ കൊണ്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്താൽ മതി, ഇത്ര വലിയ സ്ക്രാച്ചൊക്കെ പോവും. പക്ഷേ സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ ഇതുപോലെയുള്ള ക്രയോൺ കൊണ്ട് വേണം സ്ക്രാച്ച് ചെയ്യാനായിട്ട്. നമ്മൾ ഇതേപോലെയുള്ള ക്രയോൺ കൊണ്ട് ഇങ്ങനെ സ്ക്രാച്ച് ഇട്ടിട്ട് നമുക്ക് ഇവനെ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്താൽ മതി. കണ്ടാ പോയില്ലേ? അപ്പൊ ഇതുപോലെയുള്ള ക്രയോൺ വെച്ചുള്ള മാർക്കിംഗ് ആണെങ്കിൽ മാത്രം ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കാറിന്റെ മേളിൽ പരീക്ഷിക്കുക. അല്ലാതെ ശരിക്കുള്ള സ്ക്രാച്ചുകളൊന്നും ഈ സുനാപ്പി കൊണ്ട് പോവില്ല ഗൈസ്. കണ്ടാ, ഇത് പക്ക ഉടായിപ്പാണ് കേട്ടോ. അപ്പൊ അവന്മാര് സ്ക്രാച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലെയുള്ള വൈറ്റ് പെൻസിലുകളൊക്കെ ഉപയോഗിച്ചിട്ട് സ്ക്രാച്ച് ചെയ്യും. അതുപോലെ വൈറ്റ് കളറുള്ള കാറാണ് അധികം കാണിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് പെൻസിൽ കൊണ്ട് കറക്റ്റ് സ്ക്രാച്ച് ആവുന്ന ലെവലിൽ വരച്ചിട്ട് പിന്നെ നമ്മൾ ഇതേൻ്റെ അവന്മാരുടെ ഈ മുതലിനെ വെച്ചിട്ട് പിന്നെ ആ സ്ക്രാച്ചായ ഭാഗം, അതായത് ആ പെൻസിൽ കൊണ്ട് വരച്ച ഭാഗം ജസ്റ്റ് മായ്ച്ച് കളയുക ചെയ്യുന്നത്. അതാണ് നമ്മൾ കണ്ടിട്ട് നമ്മൾ പൊട്ടന്മാരായിട്ട് ഇതേപോലെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങി നമ്മുടെ കാറിനകത്തൊക്കെ തേച്ചിട്ട് ആ കാറിൻ്റെ പണി നമ്മൾ തീർക്കുന്നത്. അപ്പോൾ ഗൈസ് ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉഡായിപ്പോട് ഉഡായി. ബൈ ബൈ.